ഹലോ ഓൾ. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പി ബി ഷെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിനെ കുറിച്ചിട്ടാണ്. പി ബി ഷെല്ലിയും ഒരു റൊമാൻറ്റിക് റൈറ്റർ തന്നെയാണ് കേട്ടോ. നമ്മുടെ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് അവരോടൊപ്പം തന്നെ നിൽക്കുന്ന വേറൊരു റൈറ്ററാണ്. ഓക്കെ, സോ പി ബി ഷെല്ലിനെ കുറിച്ചിട്ടാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. പി ബി ഷെല്ലി അധികം നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് പഠിക്കാനുള്ളൂ പി ബി ഷെല്ലിനെ കുറിച്ചിട്ട്. പി ബി ഷെല്ലി വാസ് ബോൺ ഇൻ Sussex, England. He went on to Oxford University. He began writing poetry while at Eton, but his first publication was a Gothic novel, Zad's Story. ഓക്കെ, പി ബി ഷെല്ലി ഇംഗ്ലണ്ടിലെ ഒരു റൊമാൻറ്റിക് പീരീഡിലുള്ള റൈറ്ററാണ്. നിങ്ങൾക്ക് ഇതിൽ ഇല്ലാത്ത പോയിന്റുകളാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് നോട്ട് വെച്ചോളൂ. പി ബി ഷെല്ലി വാസ് എ റൊമാൻറ്റിക് പീരീഡ് റൈറ്റർ. ഹി ബിലോങ് ടു ദ റൊമാൻറ്റിക് പീരീഡ്. ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൺ. ആ പോയിന്റ് ഒക്കെ എഴുതി വെക്കാം, ഇതിൽ ഇല്ല അങ്ങനത്തെ പോയിന്റുകൾ. ഓക്കെ, അതുപോലെ തന്നെ ആള് ജനിച്ചതും വളർന്നതെല്ലാം ഇംഗ്ലണ്ടിലെ സസെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെസ്റ്റേൺ സൈഡിലുള്ള ഒരു ചെറിയൊരു കൺട്രിയുടെ ഒരു പാർട്ടിലാണ്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഇയാള് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര എത്തീസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇയാളുടെ വർക്കുകളിലും ജീവിതത്തിലും ഭയങ്കരമായിട്ട് ഫ്രീഡം, അതായത് അൾട്ടിമേറ്റ് ഫ്രീഡം, അങ്ങനത്തെ ഒരു തീമാണ് ഇയാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാള് ദൈവം, അതുപോലെ തന്നെ ഗവൺമെന്റ്, റൂൾസ്, റെഗുലേഷൻ, ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇയാളുടെ വർക്കുകൾ എഴുതിയിട്ടുള്ളത്. ഇയാൾ ഇംഗ്ലണ്ടില് മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു, നെസസിറ്റീസ് ഓഫ് എയ്ത്തിസം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള. നെസസിറ്റീസ് ഓഫ് എയ്ത്തിസം എന്ന് പറഞ്ഞ വർക്ക് പബ്ലിഷ് ചെയ്തത് കൊണ്ട് ഇയാള് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അതായത് മര്യാദയ്ക്ക് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, ആളെ പുറത്താക്കി. കാരണം എന്താ, ഈ എത്തിസം കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ദൈവത്തെ എതിർക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്കുകൾ ഒരുപാട് എഴുതിയോണ്ട് ആളെ അവിടെ നിന്ന് പുറത്താക്കി. ഓക്കെ, ഷെല്ലി റോട്ട് എ പാംഫ്ലെറ്റ്, ദ നെസസിറ്റി ഓഫ് എത്തിസം, consequent to which he was expelled from Oxford. ഓക്സ്ഫോർഡിൽ നിന്ന് ആളെ എക്സ്പെൽ ചെയ്യാണ് ചെയ്തത്. refusing to withdraw the same and to which he was expelled from Oxford. Refusing to withdraw the same and to forsake his ideals of atheism, political radicalism and sexual freedom. His father disinherited him. ഇയാളുടെ വർക്കുകൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്കുകൾ ആയിരുന്നതുകൊണ്ട്, അതായത് ഈ എത്തിസ്റ്റുകൾ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സെക്ഷുവൽ ഫ്രീഡം, സെക്ഷുവാലിറ്റി, ഇങ്ങനത്തെ ഭയങ്കര ഒബ്സ്ക്യൂർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇങ്ങനെ തുറന്നെഴുതുന്ന റൈറ്റർ ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കോളേജിൽ നിന്നും പുറത്താക്കി. അതുപോലെ തന്നെ ഇയാളുടെ അച്ഛൻ ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കി, ഇൻഹെറിറ്റ് ചെയ്തു. അതായത് ഇയാളുടെ സ്വത്തുക്കളൊന്നും മകന് കിട്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ള വിൽപത്രമൊക്കെ തയ്യാറാക്കിച്ചു. അത്രയും ഒരു ആളുകളെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടുള്ള റൈറ്ററാണ്. പക്ഷെ ആളുടെ വർക്കുകൾ അടിപൊളിയാണ്. ആള് ഗോത്തിക് നോവലുകൾ എഴുതുന്ന ആളാണ്. അതായത് ഗോത്തിക് നോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ പേടി വരുന്ന രീതിയിലുള്ള പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ ഹൊറർ അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന നോവൽസ് ആണ് ഗോത്തിക് നോവൽസ്. അങ്ങനത്തെ നോവൽസ് എഴുതിയിട്ടുള്ള റൈറ്ററാണ്. ഓക്കെ, സം അതർ ഐഡിയൽസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഹിം ഇൻക്ലൂഡ് വെജിറ്റേറിയനിസം, സോഷ്യലിസം ആൻഡ് നോൺ വയലന്റ് റെസിസ്റ്റൻസ്. ഇതൊക്കെയാണ് ആള് പ്രൊപ്പൗണ്ട് ചെയ്ത വേറെ തിയറീസ്. മഹാത്മാഗാന്ധിക്ക് വരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാട്ടോ. മഹാത്മാഗാന്ധി വരെ നോൺ വയലൻസും കാര്യങ്ങളൊക്കെ ഇയാളുടെ നിന്നാണ് പലതും പഠിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഷെല്ലി കൊളാബറേറ്റഡ് വിത്ത് ഹിസ് സെക്കൻഡ് വൈഫ് മേരി ഷെല്ലി, daughter of renowned couple William Godwin and Mary Wollstonecraft, in her famous work Frankenstein. അതുപോലെ തന്നെ ഷെല്ലി എന്ന റൈറ്ററിന്റെ വൈഫ്, രണ്ടാമത്തെ ഭാര്യയാണ് മേരി ഷെല്ലി. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള നോവൽ ഉണ്ട്. അതൊരു ഹൊറർ നോവലാണ്. ഒരു മനുഷ്യ, ഒരു സയന്റിസ്റ്റ് പോലെ ഒരു മനുഷ്യനൊരു ആർട്ടിഫിഷ്യൽ മനുഷ്യനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നോവല്, ഒരു പ്രേതം പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ പേരാണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ നോവല്. ഓക്കെ, അപ്പൊ അത് ഹെൽപ്പ് ചെയ്തത് ഈ ഷെല്ലിയാണ്. അത് എഴുതാനായിട്ട് മേരി ഷെല്ലിനെ ഹെൽപ്പ് ചെയ്തത് ഈ നമ്മുടെ പി ബി ഷെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റൈറ്ററാണ്. ഓക്കെ, സോ മേരി ഷെല്ലിയുടെ ഹസ്ബൻഡ് ആയിരുന്നു പി ബി ഷെല്ലി. ഇയാള് വളരെ എന്താ പറയാ, അന്ന് കാലത്ത് നിലനിന്നിരുന്ന ഒരു റെയർ പീസ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു. അതായത് ഇയാൾ എഴുതുന്നതൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. എന്തിനെ കുറിച്ച് എഴുതിയാലും അത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടായിരിക്കും ഇയാൾ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അതിപ്പോ മനുഷ്യന്റെ ഫ്രീഡം ആവട്ടെ, ആളുകളുടെ ആയിട്ടുള്ള ചൂസ് ചെയ്യുന്ന ലവ് ആവട്ടെ, സെക്ഷുവാലിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ദൈവത്തെ കുറിച്ചാവട്ടെ, നിയമങ്ങളെ കുറിച്ച്, എന്തും. ഓക്കെ, ഇയാളുടെ നമുക്ക് ശരിക്കും ഷെല്ലിയുടെ യഥാർത്ഥ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനില്ല, ഒത്തിരി ഭയങ്കര ടഫുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ജസ്റ്റ് ഈ ഷെല്ലിയുടെ കോൺസെപ്റ്റ് ഓഫ് പോയട്രി എന്നുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, concept of poetry. Shelley wrote essays defending a defense of poetry to refute the arguments of Thomas Love Peacock in his essay The Four Ages of Poetry, which Shelley considered as a very clever
ബട്ട് ഫോൾസ്. ഷെല്ലിയുടെ ഡിഫെൻസ് ഓഫ് പോയട്രി ആള് കൊടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ തോമസ് ലവ് പീകോക്ക് എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ടായിരുന്നു, ഒരു ക്രിട്ടിക്കാണ്. അപ്പൊ അയാള് 4 ഏജസ് ഓഫ് പോയട്രി എന്ന വർക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, പോയട്രിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന പോലെയാണ് ആളുടെ വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഷെല്ലി ബിഗിൻസ് ദി എസ്സേ ബൈ ക്ലിയർലി ഡിവൈഡിങ് മെന്റൽ faculty into 2 parts, namely reason and imagination. ഷെല്ലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ഉത്ഭവമാണല്ലോ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റീസൺ, ഇമാജിനേഷൻ എന്ന് പറഞ്ഞ 2 സംഭവം നമ്മുടെ മൈൻഡിലുണ്ട്. റീസൺ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഐഡിയാസ്, വെർ ഇമാജിനേഷൻ അറ്റംപ്റ്റ് ടു ഗീവ് കളർ ടു തോട്ട്സ് ആൻഡ് ഓൾസോ ടു ക്രിയേറ്റ് ദ ന്യൂ തോട്ട്സ് ഫ്രം വിച്ച് ദേ ആർ കംപ്ലീറ്റ് ഇൻ ദംസെൽഫ്. നമ്മുടെ കോളറിജിനെ പോലെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ആള് തിയറി എഴുതിയിട്ടുള്ളത്. അതായത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു തോട്ടുകൾ തമ്മിൽ, അതുപോലെ തന്നെ ഇമാജിനേഷൻ തോട്ടുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കണ്ടുപിടിക്കാൻ, അല്ലെ? റീസൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ യുക്തി, നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് തെറ്റേത് ശരിയേത്, അല്ലെങ്കിൽ നല്ലത് ഇത് ചീത്തതെന്ന് കണ്ടുപിടിക്കുന്ന തന്നെയാണ് റീസൺ എന്ന് പറയാം. സോ റീസണിന്റെ പണി അതാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട്സ് കണ്ടുപിടിക്കലാണ്. അതുപോലെ തന്നെ ഇമാജിനേഷന്റെ പണി എന്താണ്, ടു ഗീവ് കളർ ടു ദ തോട്ട്സ്. നമ്മുടെ തോട്ടിന് കളർഫുൾ ആക്കുക, നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. നമ്മൾ കുറച്ചുകൂടെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു റൂമിൽ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ പോകുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കളർഫുൾ ആക്കുക എന്നുള്ളതാണ്, ന്യൂ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റീസൺ ഇമാജിനേഷന്റെ ഡ്യൂട്ടി. ഇമാജിനേഷൻ ഫോളോസ് സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ഫ്രം ദി യൂണിവേഴ്സ് ഇൻ നേച്ചർ ആൻഡ് എക്സിസ്റ്റൻസ്. റീസൺ ഈസ് അനാലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ പ്രിൻസിപ്പിൾസും, അതുപോലെ തന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് സിന്തറ്റിക് പ്രിൻസിപ്പിളുമാണ്. ഓക്കെ, അത് യൂണിവേഴ്സൽ നേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഹി കമ്പയർസ് റീസൺ ടു ദ ക്വാണ്ടിറ്റി ആൻഡ് ഇമാജിനേഷൻ ടു ക്വാളിറ്റി. എന്നിട്ട് അതിലൊരു കമ്പാരിസൺ കൊടുക്കണം. എന്താ വെച്ചാൽ, റീസൺ, നമ്മുടെ ഒരാളുടെ ഉള്ളിലെ തലയിലുള്ള റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയിലാണ് എപ്പോഴും റീസൺസ് ഉണ്ടാവുക, അല്ലെ? നമുക്ക് കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അത് ചെയ്യരുത്, ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ചീത്തയാണ്, ഇങ്ങനെയുള്ള ആളുകൾ നല്ലതാണ്, ഇങ്ങനെയുള്ള ആളുകൾ ചീത്തയാണ്, കണ്ടോ? അപ്പൊ നമ്മുടെ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ് റീസൺ പോലെ എടുക്കുക. ഇമാജിനേഷൻ ആണെങ്കിലോ അത് ക്വാളിറ്റി ആയിട്ടൊക്കെ എടുക്കുക. അതായത് ക്വാളിറ്റി സുപ്പീരിയർ ടു ആട്രിബ്യൂട്ട്. ആളെന്നിട്ട് പറയുന്നത് ഇമാജിനേഷൻ ആണ് ഒരു മനുഷ്യനെ യുണീക്ക് ആക്കണത്, അല്ലെ? നമ്മൾ ഈ ചില കോമ്പറ്റീഷൻസ്, ഈവൻ പല ഇന്റർവ്യൂസിന് വരെ ആളുകളുടെ ഇമാജിനേഷനിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്പോൺസുകളാണ് അവരെ യുണീക്ക് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ആള് പറഞ്ഞിട്ടുള്ള കാര്യം അതാ, റീസൺ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ ഒരുപാടുണ്ടെങ്കിലും ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ്. എന്നിട്ട് ആള് പറയുന്നത് ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റീസൺ കനോട്ട് ക്രിയേറ്റ് ബട്ട് കൻ ഓൺലി ഓപ്പറേറ്റ് ഓൺ വാട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇമാജിനേഷൻ. റീസൺ എന്ന് പറഞ്ഞ സാധനം വെച്ച് നമുക്ക് ഒരിക്കലും ക്രിയേഷൻ നടക്കില്ല. നമുക്ക് ജസ്റ്റ് അറിയാനേ പറ്റുള്ളൂ, അല്ലെ? അത് നല്ലത്, ഇത് ചീത്ത, അല്ലെങ്കിൽ അത് നല്ല കാര്യം, ചീത്ത കാര്യം, കണ്ട ജസ്റ്റ് ഇങ്ങനെ അറിയാനേ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്ക് എന്തെങ്കിലും എന്താണ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇമാജിനേഷൻ കൂടിയേ തീരുള്ളൂ. Then Shelley says that poetry can be defined as expression of imagination. So Shelley എന്നിട്ട് പോയട്രിക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണ്, എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. നമ്മുടെ തലയിലുള്ളിലുള്ള, നമ്മുടെ മൈൻഡിലുള്ളിലുള്ള ഇമാജിനേഷന്റെ എക്സ്പ്രഷൻ നമ്മൾ തുറന്ന് കാണിക്കൽ അല്ലെങ്കിൽ എഴുതി കാണിക്കൽ. അക്കോർഡിംഗ് ടു ഹിം ഓൾ ക്രിയേറ്റേഴ്സ്, നോട്ട് ഓൺലി ആർട്ടിസ്റ്റിക് ക്രിയേറ്റേഴ്സ്, ആർ പോയറ്റ്സ്. ആള് എന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ട്, എല്ലാ ക്രിയേറ്റേഴ്സും, എല്ലാ പോയം എഴുതുന്നവരും, എല്ലാ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും പോയറ്റ്സ് അല്ല. ഈ ഇമാജിനേഷനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയാ യൂസ് ചെയ്തിട്ട് വായിക്കുന്ന ആളുകളുടെ ഇമാജിനേഷനെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളുടെ ഇമാജിനേഷനെ വളർത്തുന്ന പോയംസ് എഴുതുന്ന ആളുകളാണ് അക്കോർഡിംഗ് ടു ഷെല്ലി ഒരു ട്രൂ പോയറ്റ്. ഓക്കെ, ലൈക്ക് wind producing a music on a lyre, our internal and external impression produce poetry in us. Imagination has its own language, poetic language, which is directly connected to our thought. Thus, according to Shelley, poetry is the superior form of art. So, എങ്ങനെയാണോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ, ഓക്കെ, ഒരു മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമാജിനേഷൻ നമ്മുടെ ഉള്ളിൽ പോയട്രിയെ കുറിച്ചിട്ട് എന്താണ് ഒരു വ്യക്തമായിട്ടുള്ള, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇമാജിനേഷൻ നമ്മുടെ ഉള്ളിൽ പോയട്രിയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഇമാജിനേഷൻ അതിൻ്റെതായ ഭാഷയുണ്ട്, അതിനെ വിളിക്കുന്നതാണ് ആള് പോയറ്റിക് ലാംഗ്വേജ്. ഇമാജിനേഷന്റെ ഭാഷയെ ആള് പോയറ്റിക് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. അത് നമ്മുടെ തോട്ടുകളായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ദസ് അക്കോർഡിംഗ് ടു ഷെല്ലി
അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ആള് പോയട്രി ആണ് എല്ലാത്തിനേക്കാട്ടിലും സുപ്പീരിയർ എന്ന് പറയാൻ കാരണം ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്കില്ലിനെയാണ് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. So poetry is a source of great delight. At the same time, poetic imagination is also a great instrument of moral good. പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്രേറ്റ് ഡിലൈറ്റ്, നമ്മൾ പറഞ്ഞില്ല, ഒരു ഭയങ്കര ആത്മീയമായിട്ടുള്ള ഒരു സുഖം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു സന്തോഷം, സമാധാനം, സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതുപോലെ തന്നെ പോയറ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു മോറൽ ഗുഡ്, ഒരു നല്ല രീതിക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് പോയറ്റിക് ഇമാജിനേഷൻ, അല്ലേ? നന്മയെ കുറിച്ചിട്ട് എഴുതാം, നല്ല കാര്യങ്ങളെ കുറിച്ച് എഴുതാം, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ, ദൈവത്തിന്റെ നല്ല വഴികളെ കുറിച്ച് എഴുതാം, സത്യസന്ധതയെ കുറിച്ച് എഴുതാം. ഓക്കെ, സോ ഈ ഇമാജിനേഷൻ ആണ് ആള് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് മോറൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമാജിനേഷൻ മേക്സ് എ മാൻ റിയലി ഗുഡ് ആൻഡ് സിമ്പത്തറ്റിക്. ഇമാജിനേഷൻ ആണ് ഒരു മനുഷ്യരെ എന്താ നല്ലവനും സിമ്പത്തറ്റിക് ആയിട്ടുള്ള, അതായത് കരുണ ഉള്ള ആളായിട്ട് മാറ്റണം. പോയട്രി എൻലാർജസ് അവർ ഇമാജിനേഷൻ വിത്ത് എവർ ന്യൂ ഡിലൈറ്റ്ഫുൾ തോട്ട്സ്. പോയട്രി ആണ് അക്കോർഡിംഗ് ടു ഷെല്ലി നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഇമാജിനേഷനെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കഴിവിനെയും ഉണർത്തുന്നത്. ഷെല്ലി അപ്ഹോൾഡ്സ് ദ പ്ലാറ്റോണിക് കോൺസെപ്റ്റ് പോയറ്റിക് ഇൻസ്പിറേഷൻ. അക്കോർഡിംഗ് ടു ഹിം വൺ കനോട്ട് കമ്പോസ് പോയട്രി കോൺഷ്യസ്ലി. എന്നിട്ട് ആള് പറയാണ് പോയറ്റിക് ഇൻസ്പിറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പോയട്രി കോൺസിക്വൻ്റ്ലി എല്ലായ്പ്പോഴും ഒരു പോയറ്റിന് പോയം ക്രിയേറ്റ് ചെയ്യാൻ കംപ്ലീറ്റ്ലി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അയാളുടെ കോൺസെപ്റ്റ് ഓഫ്. So he believes that when composition began, inspiration is already on the decline. Like all romantic, he also believed that source of creation is internal to the poet. എല്ലാ റൊമാൻറ്റിക് പോയറ്റുകളെയും പോലെ ആള് വിശ്വസിച്ചിരുന്ന, ബിലീവ് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. എന്താന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് ക്രിയേഷൻ, ഒരു ക്രിയേഷന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ക്രിയേഷന്റെ ഒരു പുതിയ ക്രിയേഷന്റെ ഒരു ഉറവിടം എന്ന് പറയണത് പോയറ്റിന്റെ ഉള്ളിൽ നിന്നാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞില്ലേ സൊസൈറ്റിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നുള്ളതെല്ലാം ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു പോയം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പോയറ്റിന്റെ മൈൻഡ് എന്നാണ്. ഓക്കെ, reminding us of Keats' concept of permanence of art, Shelley writes, poetry thus makes immortal all that is best and most beautiful in the world. എന്നിട്ട് ആള് ഒരു ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ്, പോയട്രി ആണ് ഈ ലോകത്തെ ഏറ്റവും ഇമ്മോർട്ടൽ ആയിട്ടുള്ള, മരണമില്ലാത്ത ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ലോകത്ത്. അന്ന് കാലത്ത് അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അന്ന് കാലത്ത് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ഇന്നിപ്പോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ സോ അത് അന്നത്തെ കാര്യമാണ് പറയണത്. അത് കീറ്റ്സ് ആർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കമ്പാരിസൺ ആയിട്ട് ഇയാൾ പറയാണ്. കീറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് സത്യമാണ് ഇമ്മോർട്ടൽ. അതുപോലെ ഇയാൾ പറയുന്നത് പോയട്രിയാണ് ഇമ്മോർട്ടൽ, അത്രേ ഉള്ളൂ. ഷെല്ലി ക്ലെയിം ദാറ്റ് പോയറ്റ്സ് ആർ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. അതുപോലെ തന്നെ ഇയാളുടെ വർക്കിൽ ഷെല്ലി പറയുന്ന ഒരു ഡയലോഗ് കൂടി ഉണ്ട് പോയറ്റ്സിനെ കുറിച്ചിട്ട്. പോയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഅക്നോളജ്ഡ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് ദ വേൾഡ്. അതായത് ഈ ലോകത്ത് ആരും അറിയപ്പെടാത്ത, ആരും അക്നോളജ് ചെയ്യാത്ത, കഴിവ് അംഗീകരിക്കാത്ത ലെജിസ്ലേച്ചേഴ്സ് ആണ്, നിയമം ഉണ്ടാക്കുന്ന ആളുകളാണെന്ന്. അതായത് സ്നേഹിക്കാനുള്ള നിയമം, അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരം എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് പരസ്പരം ഇടപഴകേണ്ടത്, കണ്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനുഷ്യനെ നിലനിർത്തുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാക്കണം, മനുഷ്യൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഡിലൈറ്റ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് തരുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന, ആരും അറിയപ്പെടാത്ത ലെജിസ്ലേച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ആരും അറിയപ്പെടാത്ത നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആള് പറയണത്. ആൻഡ് ആളെ എന്താണ് ഇമേജ് ഓഫ് എ പോയറ്റ് ആസ് എ വിഷണറി ആൻഡ് പ്രോഫറ്റ്. അതുപോലെ പോയറ്റിനെ ഒരു വിഷണറി ആയിട്ട്, ഒരു പ്രോഫറ്റ് ആയിട്ടും ഷെല്ലി കമ്പയർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഷെല്ലിനെ കുറിച്ചിട്ടുള്ളൂ.